വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നായികയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മോഹൻലാൽ പോലും എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് വലിയ മാറ്റമാണ് മോഹൻലാലിന്റെ നായികയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് മലയാളത്തിൽ ഹലോ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയായ പാർവതി മിൽട്ടനെ കുറിച്ചാണ്. പാർവതിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാലിന്റെ നായികയെത്തിയ പാർവതി തന്നെയാണോ ഇതെന്നാണ് പലരുടെയും ചോദ്യം. കാരണം ഗംഭീരമായ വ്യത്യാസമാണ് പാർവതിക്ക് സംഭവിച്ചിരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ഏകദേശം നമുക്ക് പിടികിട്ടും അതേ ലുക്കാണല്ലോ എന്ന്. പക്ഷേ ഇത് ആകെ മാറിപ്പോയി. സ്വന്തം അക്കൗണ്ടിലൂടെ ഈ ഫോട്ടോ വന്നതുകൊണ്ട് പാർവതിയാണെന്ന് മനസ്സിലാക്കി വേറെ വല്ലതും ആയിരുന്നെങ്കിൽ ഒരിക്കലും പിടികിട്ടത്തില്ല. 2007 മോഹൻലാൽ നായകനായ ഹലോയിലൂടെ പാർവതി മലയാള സിനിമയിൽ എത്തിയത്. 2005 വെണ്ണല എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം. ഫ്ലാഷ് എന്ന മലയാള ചിത്രത്തിൽ അതിഥി വേഷത്തിൽ നടി അഭിനയിച്ചിട്ടുണ്ട്. പാർവതിയുടെ ഫോട്ടോകൾക്ക് താഴെ മലയാളികളടക്കം നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്. ടോളിവുഡിലേക്ക് മടങ്ങി വരുമോ, നമ്മുടെ ഹലോ മൂവിയിലെ ചേച്ചിയല്ലേ ഇത് എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത്. മലയാളത്തിൽ അല്ലാതെ കൂടുതലും തെലുങ്ക് സിനിമകളിലാണ് പാർവതി അഭിനയിച്ചിട്ടുള്ളത്. മോഡലിംഗിലാണ് നടി ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ വളർന്ന പാർവതിയുടെ അമ്മ പ്രീതി സിംഗ് പഞ്ചാബിയും അച്ഛൻ സാം മെൽട്ടൺ ജർമ്മൻകാരനുമാണ്. എന്തായാലും അന്ന് മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച പാർവതിയാണെന്ന് ഇന്ന് കണ്ടാൽ മനസ്സിലാകത്തേമില്ല. കൂടാതെ പാർവതി പങ്കുവച്ച ചിത്രങ്ങളൊക്കെ ചൂടൻ ചിത്രങ്ങളും അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട്. അപ്പോഴാണ് ഹലോ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഹലോ എന്ന സിനിമ മോഹൻലാൽ സിനിമയിൽ ഒരു ഗംഭീര സിനിമ തന്നെയാണ്. ആരാധകർക്ക് ഇപ്പോഴും ഹലോ വലിയ ഇഷ്ടമാണ്. ഒരു വലിയ വിജയം മോഹൻലാലിന് ഒരവസരത്തിൽ സമ്മാനിച്ച ചിത്രം കൂടിയാണ് ഹലോ എന്ന ചിത്രം. ഗംഭീരമായ മോഹൻലാൽ അഭിനയം ഈ ചിത്രത്തിൽ കാണാമായിരുന്നു. ഒരു പഴയ മോഹൻലാലിനെ ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോഴാണ് ഹലോയുടെ രണ്ടാം വരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. മോഹൻലാലിന്റെ ഒരു ഹിറ്റ് കോമഡി ചിത്രമായിരുന്നു ഹലോ. മോഹൻലാൽ നിറഞ്ഞാടിയ ഹലോ റാഫി മക്കാട്ടിനാണ് സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ മമ്മൂട്ടി നായകനാക്കി ഷാഫി ഒരുക്കിയ ചിത്രം മായാവിയും പ്രേക്ഷകരെ ചിരിപ്പിച്ച് വശം കെടുത്തിയ ഒന്നായിരുന്നു. മായാവിയും വൻ ഹിറ്റായി മാറി. മോഹൻലാലും മമ്മൂട്ടിയും ഹലോ മായാവി എന്ന സിനിമയിൽ ഒന്നിച്ച് എത്തിയാലുള്ള ആവേശം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയൊന്നും സംഭവിക്കേണ്ടതായിരുന്നു മലയാള സിനിമയിൽ. പക്ഷെ അങ്ങനെ ഒരു ആലോചന പിന്നീട് നടക്കാതെ പോയി. സിനിമ പിന്നീട് ഉപേക്ഷിച്ചു. എങ്കിലും ആരാധകർ ഇപ്പോഴും ഹലോ മായാവിക്കായി കാത്തിരിക്കുന്നുണ്ടെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നും വായിക്കാൻ കഴിയുന്നത്. ഹലോ മായാവി എന്ന സിനിമ സംവിധായകൻ ഷാഫി ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചതോടെയാണ് വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത്. ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ഒരു സിനിമ ഹലോ മായാവി എന്ന പേരിൽ ആലോചിച്ചിരുന്നു എന്ന് സംവിധായകൻ ഷാഫി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയുണ്ടായി. രണ്ടുപേരും വൺ ലൈൻ കേട്ട് സിനിമയ്ക്ക് സമ്മതം മൂളിയതുമാണ്. എന്നാൽ ചില ആളുകളുടെ പിടിവാശി കാരണം സിനിമ നടന്നില്ല. ഹലോ മായാവി മികച്ച ഒരു സിനിമയായി മാറുമായിരുന്നു എന്നും അവർ പറയുന്നു. മോഹൻലാലിന്റെ ഹലോയ്ക്കായി റാഫി മക്കാട്ടിനാണ് തിരക്കഥയും എഴുതിയത്. മോഹൻലാൽ രസികനായ ഒരു വക്കീൽ കഥാപാത്രമായിട്ടാണ് ഹലോയിലെത്തിയത്. കോടതിയിൽ അല്ലാതെ രസകരമായ ശ്രമത്തിലൂടെ കേസ് തെളിയിക്കുകയാണ് മോഹൻലാലിന്റെ അഡ്വക്കേറ്റ് ശിവരാമൻ നമ്പ്യാർ. ചിരിയൊരുക്കാൻ ജഗതിയും മോഹൻലാലിനൊപ്പം ഹലോയിലുണ്ടായിരുന്നു. റാഫി മക്കാട്ടിനായിരുന്നു മമ്മൂട്ടിയുടെ മായാവിയുടെ തിരക്കഥ എഴുതിയത്. നായകനായ മാഹിയായി മമ്മൂട്ടി ഷാഫിയുടെ സംവിധാനത്തിൽ നിറഞ്ഞാടിയപ്പോൾ പ്രേക്ഷകർ ചിരിച്ചു മറിഞ്ഞു. ആക്ഷനും പ്രാധാന്യമുള്ള ഒരു രസികൻ ചിത്രമായിരുന്നു മായാവി. സുരാജ് വെഞ്ഞാറമൂടും മമ്മൂട്ടിക്കൊപ്പം മായാവിയിൽ ഉണ്ടായിരുന്നു.